Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പോയിന്റ്, സിംഗിൾ പോയിന്റും മൾട്ടിപ്പിൾ പോയിന്റും എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഒന്നെങ്കിൽ നമുക്ക് ഡ്രോ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിന് പോയിന്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പോയിന്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ സിംഗിൾ പോയിന്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോയിന്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കമന്റ് ടൈപ്പ് ചെയ്യാം. കമന്റ് ചെയ്യുന്നിടത്ത് ജസ്റ്റ് സിംഗിൾ പോയിന്റിന്റെ കമന്റ് PO എന്നാണ് പോയിന്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എവിടെയാണോ പോയിന്റ് വേണ്ടത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പോയിന്റ് വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ കിട്ടില്ല. വീണ്ടും സിംഗിൾ പോയിന്റിന്റെ അതേ കമന്റ് എടുക്കണം. അതിന് ഞാൻ പ്രീവിയസ് കമന്റ് യൂസ് ചെയ്തത് സിംഗിൾ പോയിന്റിനെ ആയതുകൊണ്ട് സ്പേസ് ബാറോ എൻ്റർ കീ യൂസ് ചെയ്തിട്ട് വീണ്ടും അതേ കമന്റിലേക്ക് പോകാൻ പറ്റും. ഇനി നമ്മൾ സ്പെസിഫൈ ചെയ്ത പോയിന്റ്, ഇനി എവിടെയാണോ പോയിന്റ് വേണ്ടത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. വീണ്ടും പോകണമെങ്കിൽ ജസ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുക, പോയിന്റ് ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ പോയിന്റ് വരയ്ക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ മൾട്ടിപ്പിൾ പോയിന്റ് വരച്ചു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ പോയിന്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് നമുക്ക് ഡ്രോ ഓപ്ഷനിലെ പോയിന്റിൽ മൾട്ടിപ്പിൾ പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എവിടെയാണോ പോയിന്റ് വേണ്ടത് അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. അതിനുശേഷം നമുക്ക് എസ്കേപ്പ് അടിച്ചു കൊടുത്താൽ അതിൽ നിന്ന് ആ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആവും. അപ്പം നമ്മൾ വരച്ചതൊക്കെ ജസ്റ്റ് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. സെലക്ട് ചെയ്ത് പോകുമ്പോൾ കണ്ട ആ പോയിന്റ് ഒക്കെ ഒരു ചെറിയൊരു ബോക്സിൽ ഗ്രിപ്പ് ബോക്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു ലൈൻ ടൂൾ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ഒക്കെ കണക്ട് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. ഈ പോയിന്റ് ഞാൻ കണക്ട് ചെയ്തു, അതിനുശേഷം ഈ ഒരു പോയിന്റിലേക്ക് വരച്ചു, ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരച്ചു, അടുത്തൊരു പോയിന്റിലേക്ക് വരച്ചു. നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് വരയ്ക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. ഞാനിപ്പോൾ ഒരു ലൈൻ വരയ്ക്കുകയാണ്, ഒരു ലൈൻ ടൂൾ എടുത്തു, അതിനുശേഷം ഹൊറിസോണ്ടൽ വരയ്ക്കാൻ F8 ഓൺ ആക്കി. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, അടുത്തൊരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു. ഞാൻ പോയിന്റ് ടൈപ്പ് ചെയ്തു ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം ഈ ഒരു ലൈനിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അടുത്തത് വീണ്ടും സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തു, വീണ്ടും ലൈൻ ക്ലിക്ക് ചെയ്തു, സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തു, വീണ്ടും ലൈൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു ലൈനിന്റെ ലെഫ്റ്റ് സൈഡ് സെലക്ട് ചെയ്യണം. കേട്ടോ, അവിടെ ഞാൻ 3 പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഈ 3 പോയിന്റ് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ഈ 3 പോയിന്റിന്റെ തിക്നെസ്സും ഈ ലൈനിന്റെ തിക്നെസ്സും സെയിം ആണ്. അതായത് ഫോർമാറ്റിൽ നമുക്ക് ലൈൻ വെയിറ്റ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ലൈൻ വെയിറ്റിൽ ഡീഫോൾട്ട് ആയിട്ട് 0.25 mm ആണ് ലൈൻ വെയിറ്റ് ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. അതേ ഡീഫോൾട്ട് വെയിറ്റിനായിരിക്കും ഓരോ പോയിന്റിനും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് പോയിന്റ് മനസ്സിലാവണമെങ്കിൽ, ഈ പോയിന്റ് കൊടുത്തൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതിനൊരു കമന്റ് ഉണ്ട്, PT എന്ന് അടിച്ചു കൊടുത്താൽ മതി. അത് പറഞ്ഞാൽ പോയിന്റ് ടൈപ്പ് ആണ് അതിന്റെ അർത്ഥം. PT ജസ്റ്റ് എൻ്റർ ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ പോയിന്റ് ടൈപ്പ് കൊണ്ടുള്ള ഓപ്ഷൻ ഇവിടെ ഓൾറെഡി ഉള്ളത് ഈ ഒരു ബോക്സിലാണ്. പോയിന്റ്, അതായത് ബ്ലാക്ക് ബോക്സിൽ നമ്മൾ ഏത് ഇതാണ് കൊടുത്തിട്ടുള്ളത് കാണിക്കും. ഈ പ്ലസ് ആണ് കൊടുത്തത്, അപ്പൊ പ്ലസ് ഉള്ളത് ബ്ലാക്ക് കളറിൽ കാണിക്കും. ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് വരച്ചുള്ള പോയിന്റുകളൊക്കെ പ്ലസ് സൈക്കിളിൽ കാണിക്കാൻ പറ്റും. നമുക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് അതേ ടൂൾ എടുക്കാൻ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു ഓപ്ഷനാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പൊ കണ്ട, നമുക്ക് ലൈൻ ടൂൾ എടുത്തിട്ട് നമുക്ക് പിക്ക് ചെയ്യണമെങ്കിൽ കണ്ട ഈ ഒരു പോയിന്റിന്റെ സെന്റർ പോർഷനാണ് ക്ലിക്ക് ആവും. അതിനുശേഷം ഞാൻ F8 ഓഫ് ആക്കി. അതിനുശേഷം ഇതിന്റെ ഒരു സെന്ററിലേക്കാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എസ്കേപ്പ് കൊടുക്കുക. നമുക്ക് ഇതിന്റെ സൈസ് എങ്ങനെയാണെന്ന് നോക്കാം. അല്ല, ഇതിന്റെ ഒരു സൈസിൽ പോയിന്റിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന സൈസ് നമുക്ക് നോക്കാൻ പറ്റും. അതിന് PT എന്ന് വിളിക്കുക. അതിന് 2 ഓപ്ഷൻ ഉണ്ട്. പോയിന്റ് സൈസ് ഇവിടെ ഓൾറെഡി 5% കൊടുത്തിട്ടുള്ളത്. അതിന് തന്നെ സെറ്റ് സൈസ് റിലേറ്റീവ് ടു സ്ക്രീൻ ഉണ്ട്, സെറ്റ് സൈസിന് അബ്സല്യൂട്ട് യൂണിറ്റും ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ സെറ്റ് സൈസ് റിലേറ്റീവ് ടു സ്ക്രീൻ പറഞ്ഞാൽ നമ്മൾ സൂമിനും സൂം ഔട്ടും ചെയ്യുന്നതനുസരിച്ച് ആ ഒരു സൈസ് വ്യത്യാസം വരുന്ന കാണാൻ പറ്റും. പക്ഷെ സെറ്റ് സൈസിന് അബ്സല്യൂട്ട് യൂണിറ്റ് പറഞ്ഞാൽ ഫിക്സ്ഡ് സൈസ് ആയിരിക്കും യൂണിറ്റ്. അതിൽ നമ്മൾ സൂമിനോ സൂം ഔട്ടോ എന്ത് മാറ്റം വരുത്തിയാലും ആ ഫിസിക്കൽ സൈസിന് മാറ്റം വരില്ല. അതായത് ഞാനിപ്പോൾ സെറ്റ് സൈസ് റിലേറ്റീവ് ടു സ്ക്രീൻ ഔട്ട്, അതിനുശേഷം ഓക്കെ കൊടുത്തു. ഞാൻ ഇപ്പോൾ ഉള്ള സൈസ് നോക്കട്ടെ. ഞാൻ സൂം ഔട്ട് ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസം വരുന്നതാണ് കണ്ടോ. അപ്പൊ മൊത്തത്തിൽ വ്യത്യാസം വരും. നമുക്ക് പണ്ടത്തെ അതേ രീതിയിൽ തന്നെ വേണമെങ്കിൽ ജസ്റ്റ് റീഫ്രഷ് അടിച്ചു കൊടുത്താൽ മതി. അതായത് റീജനറേറ്റ്, അതിന് RE ആണ് ഷോർട്ട് കീ. RE ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. നമുക്ക് വീണ്ടും കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി സൂം ഇൻ ചെയ്യുക. എന്നിട്ട് വീണ്ടും നമുക്ക് സൈസ് പണ്ടത്തെ പോലെ വേണമെങ്കിൽ RE അടിക്കുക, ജസ്റ്റ് റീജനറേറ്റ് അടിക്കുക. വേണമെങ്കിൽ ഇനിയും മാറുമെന്ന് അറിയില്ല, ഇനിയും മാറണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യുക, RE അടിക്കുക, എൻ്റർ അടിക്കുക, ഇനിയും മാറും. അപ്പൊ അങ്ങനെ നമുക്ക് RE അടിച്ചിട്ട് മാറ്റം വരുത്താൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക, PT അടിക്കുക, പോയിന്റ് ടൈപ്പ് ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം സെറ്റ് സൈസിന് അബ്സല്യൂട്ട് യൂണിറ്റ് ഓക്കെ അടിക്കുക, ഓക്കെ കൊടുക്കുക. ഇതിനുശേഷം ഞാൻ സൂമിനും സൂം ഔട്ട് ചെയ്യും. സൂമിന് ചെയ്തു, സൂം ഔട്ട് ചെയ്തു.
അതിനുശേഷം എന്ത് ചെയ്താലും നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല. കണ്ട, സൂമിനും സൂം ഔട്ട് ചെയ്താലും ഈ ഒരു പോയിന്റ് ടൈപ്പ് സ്റ്റൈലിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. മറ്റേത് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് റീജനറേറ്റ് കൊടുക്കേണ്ടി വരും. നമ്മൾ വീണ്ടും നമുക്ക് റിയൽ ആയിട്ട് വിസിബിൾ ആണെങ്കിൽ. ഇതാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. നമുക്ക് സൂമിനും സൂം ഔട്ടും ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. മറ്റേത് നമ്മുടെ സ്ക്രീനിന്റെ ഒരു 5%, അതാണ് സ്ക്രീനിന്റെ സൈസ് സൂമിനും സൂം ഔട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ പോയിന്റിന്റെ സ്റ്റൈലും വ്യത്യാസം വരും. ഇതാണ് പോയിന്റ്. സിംഗിൾ പോയിന്റ് മൾട്ടിപ്പിൾ പോയിന്റ് ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ പറ്റും. വേറെ ലൈൻ വെച്ചിട്ട് വരയ്ക്കണമെങ്കിലും നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. വേറെ ലൈൻ ഞാൻ ഇവിടെ വരയ്ക്കുമായിരിക്കും. ഈ ലൈൻ ക്ലിക്ക് ചെയ്തു, ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ, ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു കൊടുത്താൽ അപ്പൊ അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഈ പോയിന്റ് ടൈപ്പ് പോയിന്റ് സ്റ്റൈൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PTക്ക് പകരം വേറെ കമന്റ് യൂസ് ചെയ്യാൻ പറ്റും. DDP ടൈപ്പ് കേട്ടാ, അതും പോയിന്റ് ടൈപ്പിന്റെ വേറെ പേരാണ്. ഒന്നെങ്കിൽ DDP ടൈപ്പ് അല്ലെങ്കിൽ P ടൈപ്പ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഫോർമാറ്റിൽ പോയിട്ട് നമുക്ക് പോയിന്റ് സ്റ്റൈൽ മാറ്റാൻ പറ്റും. അതിന് പോയിന്റ് സ്റ്റൈൽ മാറ്റാനുള്ളത് ഈ രണ്ട് കമന്റ് അല്ലാണ്ട് ഫോർമാറ്റിൽ പോവുക. ഫോർമാറ്റിൽ പോയിട്ട് നമുക്ക് പോയിന്റ് സ്റ്റൈൽ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെയും പോയിട്ട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അങ്ങനെ നമുക്ക് പോയിന്റ് സ്റ്റൈൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. നമുക്ക് മൾട്ടിപ്പിൾ പോയിന്റ് വരയ്ക്കണമെങ്കിൽ ഇവിടെ ഡ്രോ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 ഡോട്ട് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ പോയിന്റ്സ്. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ പോയിന്റ്സ് എടുക്കാവുന്നതാണ്.